ഹായ്, NRV വീഡിയോ ക്രിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ മാറ്റർ IPL-ൻ്റെ അല്ല, തമ്പനയിൽ നിങ്ങൾ കണ്ടു കാണും. അർജൻറ്റീന ബ്രസീൽ മാച്ച്, ഇന്ന് പുലർച്ചെ നടന്ന അർജൻറ്റീന ബ്രസീൽ മാച്ചിനെ കുറിച്ചാണ്. അപ്പം ഇന്നത്തെ മാച്ചോടുകൂടി അർജൻറ്റീന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നല്ല, ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. ബ്രസീലാകട്ടെ കഴിഞ്ഞ കളി നല്ല ഉയർത്തെഴുന്നേറ്റ് വന്ന ബ്രസീലാണ്. ഇപ്പോൾ അമ്പാടെ പരാജയമായതുപോലെയാണ്. അപ്പം ബ്രസീലിൻ്റെ പരാജയങ്ങൾ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ഇപ്പം ഒരുപാട് കാരണങ്ങൾ എന്ന് വെച്ചാൽ വെറും മോശം ടൈമിൽ കളിക്കുന്ന പോലെ ഇത്രയും ഇത് കാണിക്കാറില്ല. ഒരുപാട് മോശം ടൈമിൽ പോലും കളിച്ച ബ്രസീൽ ടീമിൽ ഇത്രയും ഫാൾട്ടുകൾ കാണിക്കാറില്ലായിരുന്നു. ബ്രസീലിൻ്റെ ഡിഫൻസ് അമ്പാടെ പരാജയമായിപ്പോയി. ബ്രസീൽ നമ്മളെ എന്താ പറയുന്നത്, മാർക്കിന്യോസ് ആയാലും ആരായാലും ഒരു പ്ലെയറിനെ മാർക്ക് ചെയ്യാൻ പോലും നോക്കാതെയാണ് നമ്മൾ ബ്രസീൽ പ്ലെയേഴ്സിനെ. ബ്രസീലിൻ്റെ പിന്നെ എടുത്ത് പറയുന്ന മെയിൻ പോരായ്മ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡറാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ലായിരുന്നു. എന്നാലും മിഡ്ഫീൽഡർ പന്തെത്തിക്കുന്ന ജോലി കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കളി പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റുകയാണ്. അതേപോലെ നോക്കിയാൽ ബ്രസീലിൻ്റെ ഫോർവേഡ് നമ്മുടെ വിനീഷ്യസ് ജൂനിയർ ആയാലും റോഡ്രിഗോ ഒക്കെ ആയാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രകടനവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് ഇന്നലത്തെ മാച്ച്. അതായത് മാച്ച് കാണുന്നവരാണ് മിക്കവരും അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ട് കാണും എന്നാണ് നമുക്ക് തോന്നുന്നത്. ആ മറു സൈഡിൽ നോക്കിയ അർജൻറ്റീനയുടെ ജുലിയാൻ അൽവാരസ് ആയാലും എൻസോ ഫെർണാണ്ടസ് ആയാലും ഡീപോള് പന്തെത്തിക്കുന്നതിൽ ഡീപോളിൻ്റെ കളിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു ഡീപോളിന്. അതേപോലെ എമിലിയാനോ മാർട്ടിനസ്, അവരുടെ ഗോളിയുടെയൊക്കെ ആത്മവിശ്വാസം അതാണ്. നേരെ തിരിച്ച് ബ്രസീൽ സൈഡിൽ വന്നപ്പോൾ ഫസ്റ്റ് ഗോള് തന്നെ ഗോളിയുടെ പിഴവുമുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കും. ഗോളി അത്രയ്ക്ക് അഡ്വാൻസ് ആയിപ്പോയി ചെന്ന്. ആ ഫസ്റ്റ് ഗോൾ വന്നപ്പോൾ കളി കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും, ഗോളി അത്രയ്ക്ക് അഡ്വാൻസ് ആയിപ്പോയി. അതാണ് ആദ്യത്തെ ഗോൾ വീണതിനകത്ത് ബ്രസീൽ അത് 4-ാം മിനിറ്റിൽ തന്നെയാണ് ഫസ്റ്റ് ഗോൾ വീണത്. അവിടെ തൊട്ട് തുടങ്ങി ബ്രസീലിൻ്റെ പതനം എന്ന് തന്നെ കറക്റ്റ്. ബ്രസീൽ പ്ലേയേഴ്സിൻ്റെ ബോൾ നിൽക്കണില്ല. നമുക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബ്രസീലിനെ ഒന്ന് കട്ട് ചെയ്ത് കയറാൻ പോലും ബ്രസീൽ സാമ്പത്താളം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രകടനം പുറത്തെടുക്കാൻ പറ്റിയോ എന്ന് കളി കണ്ടവരെല്ലാവരും പറയും. ബ്രസീൽ കോച്ചിങ് ഒക്കെ വളരെ മോശം. കഴിഞ്ഞ കളി കൊളംബിയക്കെതിരെ ജയിച്ചു എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. കൊളംബിയക്കെതിരെയും അത്രയ്ക്ക് മികവുറ്റ പ്രകടനമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കളി കണ്ടാൽ തന്നെ മനസ്സിലാകും. ജസ്റ്റ് അവസാന നിമിഷം ഗോളടിച്ചാണ് വിജയം കണ്ടെത്തിയത്. ബ്രസീലിന് നെയ്മറിൻ്റെ അഭാവം നികത്താൻ പറ്റുന്ന ഒരു പ്ലെയർ ഇപ്പോഴും നിലവിലില്ല എന്നുള്ള ഒരു പോരായ്മ കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ബ്രസീലിൻ്റെ ഇന്നലത്തെ കളിയിൽ. അർജൻറ്റീനയെ പോലുള്ള ഒരു ടീമിനോട് കളിക്കുമ്പോൾ ബ്രസീൽ പരമാവധി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെയും കൂടെ ഇറക്കി കളിക്കണമായിരുന്നു. അത് ഇല്ലാതെ പോയത് ഒരുപാട് കോച്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു പാകപ്പിഴയായിട്ട് തന്നെ കാണാം. ഇനി അങ്ങോട്ടുള്ള കളിയിൽ ബ്രസീൽ ഈ സമനിലയിൽ പോയാൽ പോലും ബ്രസീലിൻ്റെ ക്വാളിഫിക്കേഷനെ ബാധിക്കുന്ന അവസ്ഥയിലോട്ടാണ് ഇന്നലത്തെ പരാജയത്തിൽ പോയിരിക്കുന്നത്. ബ്രസീലിന് ഇനി അടുത്ത ക്വാളിഫയർ മാച്ച് ഇരിക്കുന്നത് ജൂൺ 4-നാണ്. ജൂൺ 4-ന് ഇക്വഡോറിലാണ്. ഇക്വഡോറൊക്കെ മികച്ച ഫോമിലാണ് നിൽക്കുന്നത്. ക്വാളിഫയർ പോയിന്റ് നിലയിൽ 2-ാം സ്ഥാനത്താണ് ഇപ്പം ഇക്വഡോറിൻ്റെ കളിയൊക്കെ മെച്ചപ്പെട്ട്. ഇനി ബ്രസീൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇക്വഡോറിനെ തോൽപ്പിച്ച ബ്രസീലിന് മുന്നോട്ടുള്ള പടികൾക്ക് ചവിട്ടാൻ പറ്റും. അത് കഴിഞ്ഞാൽ ജൂൺ 9-ാം തീയതി തന്നെ ബ്രസീൽ പരാഗ്വേയുമായി ബ്രസീലിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന അടുത്ത ക്വാളിഫയർ 2 മാച്ചുകൾ ബ്രസീലിന് ഈ 2 ടീമുകളുമായിട്ടാണ്. മറു സൈഡിൽ അർജൻറ്റീന ഏകദേശം ക്വാളിഫയർ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.